പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. എവിടെയോ ആരോ തെരഞ്ഞെടുപ്പ് പാരഡി എന്ന നിലയിൽ ഇറക്കിയ ഒരു പാട്ട് അങ്ങ് സൂപ്പർ ഹിറ്റായി. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പാട്ടായി അത് മാറി. സകല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൈക്ക് കെട്ടിവെച്ച് ഈ പാട്ട് എല്ലായിടത്തും എല്ലാവരും പാടി നടന്നു. അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ മാത്രമല്ല സകല മനുഷ്യരുടെയും മനസ്സിൽ ഇത് കയറി പിടിച്ചു. BJP-ക്കാർ മാത്രമല്ല കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഈ പാട്ട് ഏറ്റെടുത്തു. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒന്നായി ഇത് മാറിയത് അങ്ങനെയാണ്. പൊടുന്നനെ പാട്ട് എഴുതിയവരെയും പാടിയവരെയും അതിന് പണം മുടക്കിയവരെയും തപ്പി മാധ്യമങ്ങൾ പോയി കണ്ടെത്തി. 3 പേരും മുസ്ലിം മതവിശ്വാസികളും ലീഗിന്റെ ആളുകളുമാണ്. ഇതോടെ ചിലർക്ക് കുരുപൊട്ടി. ഈ കുരുപൊട്ടലുകാരിൽ മുമ്പിൽ നിൽക്കുന്നത് CPM-കാരാണ്. അവർക്ക് ഈ പാട്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് ഓർക്കണം. എവിടെയെല്ലാം ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അപമാനിക്കുകയും ആ അപമാനിക്കലിനെ അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണെന്ന് ഓർക്കണം. ഹൈന്ദവ വിശ്വാസം തന്നെ മിത്തും ബിംബവുമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നവരാണെന്ന് ഓർക്കണം. ശബരിമലയിലെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ സ്ത്രീവേഷധാരികളായി കുറച്ചുപേരെ ചുമന്നു കൊണ്ടുവന്ന് സോപാനത്തിൽ വരെ ഇടിച്ചിട്ടവരാണെന്ന് ഓർക്കണം. അങ്ങനെ എല്ലാത്തരം വൃത്തികേടും കാട്ടുന്ന ഇവരിപ്പോൾ അയ്യപ്പന്റെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നു, ഇത് അയ്യപ്പന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയത്രേ, വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത്രേ. ഒരു വിശ്വാസിയും ഇതിന് നിന്നുകൊടുക്കരുത്. ഈ പാരഡി പാട്ട് വിശ്വാസികളുടെ നെഞ്ചു തകർത്തിരിക്കുന്നു, അതുകൊണ്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു. അതിന് ചുവട് പിടിച്ച് ആരോ പരാതി കൊടുത്തിരിക്കുന്നു. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചു പോകുന്ന ചില അയ്യപ്പ ഭക്തരും ശരിയാണല്ലോ, ഭഗവാന്റെ പേരിൽ ഇങ്ങനെ പാരഡി പാട്ട് പാടുണ്ടോ എന്ന് ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായാണോ ഇത്തരം പാരഡി പാട്ടുകൾ? ജനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ പാട്ടുകളും, അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ക്രിസ്മസ് ഗാനങ്ങളാണെങ്കിലും അയ്യപ്പ ഭക്തി ഗാനങ്ങളാണെങ്കിലും ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളുടെ പേരിൽ പാരഡി ഉണ്ടാക്കുക പൊതുവെ ഉള്ളതാണ്. പാരഡി അംഗീകരിക്കപ്പെട്ട ഒരു കലാരൂപമാണ്. ഈ പള്ളിക്കട്ടെ ശബരിമലയ്ക്ക് എന്ന പാട്ടിന്റെ പേരിൽ എത്രയോ വർഷങ്ങളായി ഈ നാട്ടിൽ പാരഡികളുണ്ട്, വ്യത്യസ്തമായ പാരഡികളുണ്ട്. ആരും അതിന്റെ ഒന്നും മതവും രാഷ്ട്രീയവും തെരഞ്ഞു പോയിട്ടില്ല. ആളുകൾ അതൊക്കെ ആദരവോടെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് വരെ ഒരാളും ഇത് ചോദിച്ചതിന് ഇതാണ് പാരഡിയുടെ പ്രത്യേകത. ഇന്നിപ്പോ സഖാക്കൾക്ക് കുരുപൊട്ടുന്നു, അവർ അയ്യപ്പ ഭക്തരാവുന്നു.